ഹലോ, അസ്സലാമു അലൈക്കും. ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ. എങ്കിൽ വാ, നമുക്കൊരു ചിക്കൻ ചുക്ക റെഡിയാക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഇതാ പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ നമ്മളൊരു 2-3 വലിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് വേണ്ടതാണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഓയിലിൽ തന്നെ ഒരു 2 ഗ്രാമ്പൂ, ഒരു പട്ട, 2 ഏലക്ക ഇതെല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം ഒരു 3 വലിയ ഉള്ളി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. അപ്പം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റണം. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. മടിയുള്ളവർ ഇടണ്ട. അത് ഇട്ട് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൽ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഗരം മസാല. ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക, പച്ചമണം മാറുന്ന വരെ. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇത് ഉള്ളി നല്ലോണം ബ്രൗണായി മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്കൊരു 2-3 തക്കാളി ഇടണം. ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 എണ്ണം വേണം. കാരണം മെയിൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പം നല്ല പഴുത്ത ഒരു 3 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വെക്കാം. തക്കാളി ഒന്ന് കുക്കായി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ബാക്കി ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. അങ്ങനെ അടിപൊളി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.